ശ്രീകാന്തേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഈ ലാലേട്ടൻ പ്രിയദർശൻ ശ്രീനിവാസൻ കോമ്പിനേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എന്തെങ്കിലും രസകരമായ സമയം, കാരണം ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാരെ കിട്ടാനില്ല ചേട്ടാ ഈ കഥയൊക്കെ ചോദിക്കാന്, അതുകൊണ്ടാണ്. നല്ല രസമാണ്. എല്ലാവർക്കും അറിയേണ്ടത് അതാണ്. ശരിക്കും ഐ എം സോ ലക്കി, ഐ എം സോ പ്രൗഡ് ടു സേ. ഞാൻ അവരുടെ ഒപ്പം കുറേ കാലം എനിക്ക് അവർ പണിയെടുത്തിട്ട സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റി. ലാൽ സാറിൻ്റെ കൂട്ടത്തിൽ. അത് കൂടാതെ ഒരു ചാനലിലൊരു ഷോ ഞാൻ 2 സീസൺ 1 സീസൺ 2 ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഓർഗാനിക്കായിട്ട് ഇതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഈ സിനാരിയോ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. ആ കാലഘട്ടത്തിൽ ഹിറ്റുകൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവരുടെ ഒരു സിസ്റ്റമുണ്ട്, അവരൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് പറയില്ല, അതുപോലെയായിരുന്നു അവരുടെ മേക്കിംഗ്. ബിക്കോസ് ഒരു ഷോട്ട് ഫിലിമിലുണ്ടെങ്കിൽ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്താൽ അത് ആ ഫിലിമിൽ വേണം. ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 ഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ അവരുടെ മേക്കിംഗ് സ്റ്റൈലും വളരെ ഡിഫറെൻ്റ് ആണ്. ഞാനത് ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം ഞാൻ പിന്നീട് പല സിനിമാ സെറ്റുകളിൽ എനിക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലേ വേറെയാണ്. ആൻഡ് ശ്രീനിയേട്ടൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന്. ഞാൻ പ്രോപ്പറായിട്ട് പ്രിസൈസായിട്ട് ആ സീനിലേക്ക് കിടക്കുന്നില്ല, ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീനിയേട്ടൻ വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രിയൻ സാറും ശ്രീനിയേട്ടൻ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് അതിലൊരു സീനിലേക്കൊക്കെ ശ്രീനി ഒന്ന് എഴുതിക്കോളൂ, ഇവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതിക്കോ. പലപ്പോഴും ചില സീനുകളൊക്കെ ശ്രീനിയേട്ടൻ എഴുതി തരും. അപ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയും ചോദിച്ചു. ഇപ്പം ഒരുപക്ഷെ നമ്മളെല്ലാവരും ചോദിക്കും, അദ്ദേഹം റൈറ്റർ അല്ലാത്ത സിനിമകളിൽ പോലും ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടന്റ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അപ്പോൾ ഇതെങ്ങനെ ശ്രീനി ചേട്ടാ, അപ്പം അതൊരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, സാറിൻ്റെ ഒരു ഡ്രാഫ്റ്റിൽ നിന്നാണ് ഇത് കോപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു പല പടങ്ങളും നിങ്ങളിങ്ങനെ. അപ്പോൾ ശ്രീനേട്ടനോട് പറഞ്ഞത് ഒരു അതങ്ങനെ സംഭവിക്കുന്നതാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ആ സമയത്ത് വന്നിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള സംഭവം. അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചാൽ നമ്മൾ കുഴങ്ങി പോകുന്നു പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് പ്രിയൻ സാർ പക്ഷേ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുണ്ട് പറഞ്ഞു. ആ ചോദ്യം ചോദിച്ച സമയം ഒട്ടും ശരിയില്ലാത്ത സമയമായിരുന്നു. അപ്പം എന്നോട് ആ സമയത്തൊന്നും പോടൂ എന്ന് പറഞ്ഞു എന്നോട്. പക്ഷെ പിന്നീട് എന്നോട് ഞാൻ ചോദിക്കാതെ എന്നോടൊന്ന് പറഞ്ഞു, ഈ ക്യാമറയുടെ ശബ്ദം ഉണ്ടല്ലോ, മോട്ടർ എന്ന് കറങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നതാണ് സാർ പറഞ്ഞത്. അത് തമാശയായിട്ടായാലും അറിയാം. എനിവേസ് അവരുടെ മനസ്സിൽ ഓരോ സീനുകളും ഇന്നുള്ള ഈ ലൊക്കേഷൻ ബ്രേക്ക് ഡൗൺ ഒക്കെ അവരുടേതായ രീതിയിൽ ചെയ്തു വെച്ചിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഷൂട്ട് ചെയ്യുന്നതിനും. നമുക്കിപ്പോൾ ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ റെഫറൻസുകളുടെ കാലമാണ്, എല്ലാറ്റിനും നമുക്ക് റെഫറൻസസ് ഉണ്ട്. നമുക്ക് ഇവരുടെ ഫിലിംസാണ് പിന്നീട് നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, കുറച്ച് മുമ്പ് ഷമി പറഞ്ഞ വാക്കാണ് ഞാൻ കടെടുത്താൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ഇതൊക്കെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ചന്ദ്രലേഖ പോലൊരു സിനിമ ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് തേന്മാവിൻ കൊമ്പത്ത് പോലൊരു സിനിമ ഉണ്ടാവുക. ഇവരൊരുമിച്ചുള്ളൊരു കൂട്ടായ്മയിൽ ബാക്കിയെല്ലാം എഴുത്തും കഴിഞ്ഞിട്ട് ഒരാൾ ക്യാമറയുടെ പുറകിലേക്കും മറ്റേ 2 പേര് ക്യാമറയുടെ മുമ്പിലേക്കും പോകുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അവിടെ ഓരോരുത്തരുടെയും ജോലി, ഇപ്പോൾ ലെൻസിങ്ങിനെ കുറിച്ചൊക്കെ അവർക്കുള്ള ധാരണ, എസ്പെഷ്യലി ലാൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എത്രയോ ദൂരം നിന്ന് അദ്ദേഹത്തിന് ലെൻസിന്, നമുക്കൊക്കെ ലെൻസ് ഏതാണെന്ന് നിങ്ങൾ നോക്കണം, അദ്ദേഹത്തിന് ലെൻസ് ഒന്നും നോക്കണ്ട, അവിടെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇതാണ് റേഞ്ച്, ഓക്കെ ഇത്രയുണ്ടല്ലേ എന്നൊക്കെ കൈകൊണ്ട് കാണിച്ചിട്ട് അവിടെ നിന്ന് നോക്കി അവർക്കറിയാം. അപ്പോൾ അത് ആൻഡ് ലെൻസിന് വേണ്ടിയിട്ടാണ് അവർ അഭിനയിക്കുക. ആ ലെൻസിൻ്റെ അടുത്ത് പോയി നിന്ന് കാണണ്ട, അവർക്ക് കാലങ്ങളായുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് വളരെ എക്സൈറ്റ്മെൻറ്റോടെ കണ്ടു. പ്രിസൈസ്നെസ് ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്തു തീർക്കുന്ന ഒരു പ്രിസൈസ് ആവുക എന്ന് പറയുന്നത് അത് തന്നെയല്ല. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ചന്ദ്രലേഖയിലും കിളിച്ചുണ്ടമ്പഴത്തിലൊക്കെ പമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ നമ്മളൊരു ബ്രീഫ് കൊടുത്താൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ സീനുകളിൽ അതില്ലെങ്കിൽ എഴുത്തിൽ ഡയലോഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ലെഫ്റ്റ് സൈഡ് കുറവായിരിക്കും, കാരണം അത് ഇംപ്രവൈസ് ചെയ്യേണ്ടതാണെന്നുള്ളതുകൊണ്ട് തന്നെ. മറിച്ച് മറ്റു പല റൈറ്റേഴ്സും ഉണ്ട്, അവർ ലെഫ്റ്റ് സൈഡ് കൂടുതലായിരിക്കും സ്ക്രിപ്റ്റിൻ്റെ, പക്ഷേ ഒത്തിരി ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സാറിൻ്റെ സിനിമകളിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചു ചന്ദ്രലേഖയിലെ ആദ്യത്തെ സീൻ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് ഒരു ലൈൻ അതെടുത്ത് 2 ദിവസം ഷൂട്ട് ചെയ്യാൻ. മറിച്ച് 16-17 പേജുള്ള ഒരു സീൻ അത് രാവിലെ 9:30 തുടങ്ങി, ഞങ്ങൾ 1 മണിക്കുള്ളിൽ തീർത്തു, ആ സീൻ തീർത്തു. അപ്പോൾ അൺപ്രഡിക്റ്റബിലിറ്റി അവിടെ ഉണ്ട്. അൺപ്രഡിക്റ്റബിലിറ്റി നമ്മുടേതാണ്, കാരണം ഇവർ ഇതിനെ കാണുന്ന ആ രീതിയിലാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇംപ്രവൈസേഷൻസിൻ്റെ സ്പേസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇന്നസെൻ്റ് ചേട്ടനായാലും ജഗദീഷ് ചേട്ടനായാലും അമ്പിളിച്ചേട്ടനായാലും ഞാൻ കണ്ടത്, എൻ്റെ വളരെ കുറച്ച് നാളത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടത്, അവർക്കെല്ലാം കൊടുക്കുന്നൊരു ഫ്രീഡം ഉണ്ട്. ഇപ്പം വെട്ടം സിനിമയിലെ അമ്പിളിച്ചേട്ടൻ്റെ കഥാപാത്രത്തെക്കുറിച്ച്
ധാരാളം പേര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കെമിസ്ട്രി ഉണ്ട് കാലങ്ങൾ കൊണ്ടുണ്ടാവുന്ന. നമ്മൾ അവരുടെ എത്രയോ സിനിമകൾ, നമ്മുടെ പൂച്ചക്കുരു മുക്കൂത്തി മുതൽ നമ്മൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ പെർഫോമൻസ് കാണുകയാണ് പ്രേം സാറിൻ്റെയും ശ്രീനി ചേട്ടൻ്റെയും കൂട്ടായ്മയിൽ. അപ്പോൾ അത്രയും നാളത്തെ ആ എക്സ്പീരിയൻസ്, എത്രയോ നാളത്തെ അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ, അത് കാണാൻ ഭയങ്കര രസമാണ്. അതിപ്പം എനിക്ക് ഈ പുതിയ കാലത്തെ ആൾക്കാർക്ക് എത്രമാത്രം ഇതിന് സാധിക്കും. ഒന്ന്, സൂപ്പർ സ്റ്റാറുകളുടെ കാലം ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ക്രൗഡഡാണ്. നമുക്കൊരു മമ്മൂട്ടിയും ഒരു മോഹൻലാലും ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും സ്പാൻ, അത്രയും നാൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ആ കൃത്യനിഷ്ഠയും ഇതിനോടുള്ളൊരു പാഷനും. ഇപ്പോഴും 7 മണി എന്ന് പറഞ്ഞാൽ 6:55 നമുക്കൊരു കോൾ വരും, മോനെ ഞാൻ പുന്നമല്ലി ഹൈ റോഡിൽ ചെറിയ ഒരു ബ്ലോക്കിലാണ്, ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സ് ലേറ്റ് ആവും, കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മളെ വിളിച്ച് പറയുന്ന ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ കൃത്യമായി വിളിച്ച് പറയും. അതിന് വെളുപ്പിന് 2 മണിക്ക് അദ്ദേഹം പാക്കപ്പ് ആയാലും രാവിലെ 7 മണിക്ക് എത്തും എന്ന് പറഞ്ഞത് 6:55 എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്ഭുതം. നമ്മൾ ചിലപ്പോൾ പക്ഷേ ഈ ക്ഷീണം കാരണം ചിലപ്പോൾ വെറുതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് നമ്മളൊക്കെ മാക്സിമം, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് എല്ലാവരും ആ സമയത്ത് മാക്സിമം റെഡി ആയിട്ടിരിക്കാറുണ്ട്. കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ കണ്ടിന്യൂറ്റി, ഇന്നസെൻ്റ് ഏട്ടൻ്റെ ബട്ടൺസൊക്കെ ചിലപ്പം നമ്മളറിയാതെ ഒരു ഷോട്ട് കഴിയുമ്പോൾ അടുത്ത ഷോട്ടിന് അഴിച്ചിട്ടിട്ട് കണ്ടിന്യൂറ്റി എല്ലാം ഓക്കെ അല്ലേ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷനാവും. ഷോർട്ടാകുമ്പോൾ നമ്മളെ നോക്കിയിട്ട് നേരെ പോയി ഇന്നസെൻ്റ് ഏട്ടൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു വരും. ഇതൊക്കെ പഠിക്കാനല്ലേ വന്നേ, പഠിക്കണ്ടേ, വെറുതെ നോക്കി നിന്നാൽ മതിയോ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ ചോദിക്കും, ചിരിച്ചുകൊണ്ട് ചോദിക്കും. പക്ഷെ അതൊരു ശകാരമാണ്. അത് ഓഫ് കോഴ്സ് ഇപ്പോഴുള്ള പുതിയ നടന്മാർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാളെ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ വേറെ ഒരാളുമില്ല. മറ്റേ മമ്മൂക്കയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതും വേറൊരു തരം മനുഷ്യനാണ്, വേറൊരു രീതിയിൽ. രണ്ടുപേർക്കും കമ്പാരിസൺ ഇല്ല. ഓരോരുത്തരും രണ്ടുപേരും സീനുകളെ കാണുന്ന രീതിയും ഒക്കെ രണ്ടാണ്. അതിപ്പം നമുക്കിപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ പറയാൻ പോയാൽ തീരില്ല. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കത് ഒത്തിരി എനിക്ക് പറയാൻ പറ്റുക, എനിക്കും എന്നെപ്പോലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരെ അടുത്തറിയാമെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ചു മേടിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അവരെ വെറുതെ ഇരുത്താറില്ല. അപ്പം നല്ല പെർഫോമൻസസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തെ അത്ഭുതങ്ങൾ. ഇപ്പം 20 എന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അതിനു മുമ്പ് നമ്മൾ കണ്ട രംഗം എന്ന സിനിമയുണ്ട്, വാനപ്രസ്ഥം എന്ന സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് തന്നെ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫിലിം ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ വിഷയം ഉണ്ടാവണമെങ്കിൽ അത് ചെയ്യാൻ ആൾ വേണ്ടേ. എനിക്ക് വലിയ സംശയമുണ്ട്. ചേട്ടൻ ഇതിൻ്റെ കൂടെ ഒരു കഥകളി ആർട്ടിസ്റ്റ് കൂടെയാണ്. എനിക്ക് ആക്ച്വലി ചേട്ടന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവരെനിക്ക് കുറച്ച് കാര്യങ്ങൾ അയച്ചു തന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി ചേട്ടനെ പറ്റി. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ തുടങ്ങിയത്. അത് വലിയ തെറ്റൊന്നുമല്ല, ഒരാളെ കുറിച്ച് അറിയൽ ഇങ്ങനെയൊക്കെയാണല്ലോ അറിയണേ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നല്ലൊരു ഗ്രാമത്തിൽ, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് ദൂരെ പോയാൽ ഒരു ഗ്രാമത്തിലുള്ള ആളാണ്. ആലപുരം എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ പട്ടിക്കാവുന്നൊരു രാവണി മേനോൻ എന്ന് പറഞ്ഞ കഥകളിയുടെ ഏറ്റവും പ്രഗത്ഭനായ ആചാര്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കലാമണ്ഡലം CR രാമൻ നമ്പൂതിരി, അപ്പുവേട്ടൻ എന്ന് വിളിക്കാം. കഥകളി ലോകത്ത് മുഴുവൻ അപ്പുവേട്ടൻ എന്ന പേരിൽ അറിയണേ. അപ്പുവേട്ടൻ്റെ ശിഷ്യനാണ് ഞാൻ. വളരെ പ്രഗത്ഭരായ പീശപ്പള്ളി രാജീവൻ ഇന്ന് കഥകളിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആളാണ് രാജീവേട്ടനൊക്കെ എന്നെക്കാളും ഒരു 7 വർഷം സീനിയറാണ്. രാജീവേട്ടനും എനിക്ക് എൻ്റെ ഗുരുവാണ്. അപ്പോൾ ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ കലാമണ്ഡലം തുടങ്ങിയ കാലത്ത് കലാമണ്ഡലത്തിലെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്പുവേട്ടൻ. വാഴയങ്കട കുഞ്ചുനായർ എന്നിട്ട് ആളുണ്ട്, കലാമണ്ഡലം കൃഷ്ണൻ നായരൊക്കെ ഉണ്ട്. അവരുടെ കാലഘട്ടത്തിലുള്ള ഉണ്ടായിരുന്ന ആളാണ്. അതുപോട്ടും പോയിട്ട് ഒരു 2005 അപ്പോട്ടും പോയത്. 10-20 വർഷമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലായിരുന്നു. പകൽ സമയത്ത് സ്കൂളിൽ പോവുക, വൈകുന്നേരം 4:30 കഴിയുമ്പോൾ കഥകളി പഠിക്കാൻ പോകുമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സാധാരണ എൻ്റെ കൂട്ടുകാരൊക്കെ ക്രിക്കറ്റ് കളിക്കാനോ ബാഡ്മിൻ്റൺ കളിക്കാനോ അല്ല വായനശാലയിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കഥകളി പഠിക്കാനാണ് പോയിരുന്നത്. ഒരു 6-7 വർഷം, 7ാം ക്ലാസ് മുതൽ. എനിക്കതുകൊണ്ടുണ്ടായ ഗുണം, അതുകൊണ്ട് മാത്രമാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയും. കാരണം ആ ചെറുപ്രായത്തിൽ തന്നെ എപ്പിക്സും ലിറ്ററേച്ചറും കഥകളും കഥാപാത്രങ്ങളും ഈ ക്യാരക്ടർ ആർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അന്ന് തന്നെ വളരെ നിർബന്ധമായും രാവിലെ 3:30 നല്ലപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് എഴുന്നേൽപ്പിച്ചിരുത്തി കണ്ണ് സാധകം ചെയ്യിപ്പിച്ചും, കണ്ണിൽ നെയ്യ് ഒഴിച്ചിട്ട് കണ്ണ് സാധകം ചെയ്യിപ്പിക്കുക, മുഖത്ത് എക്സ്പ്രഷൻസ് പിടിപ്പിക്കുക, അതിനുശേഷം കാല് സാധകം ചെയ്യിക്കുക. അങ്ങനെ ഒരു 6-7 മണി വരെ, കർക്കിടകം തുടങ്ങിയാൽ ചിങ്ങം വരെയുള്ള 3 മാസം, എല്ലാ ദിവസവും 3 മാസം, 90 ദിവസം രാവിലെ 3:30 എഴുന്നേറ്റ് 7 മണി വരെയാണ് കഥകളി. അതിനുശേഷമാണ് സ്കൂൾ പിടുത്തം.
പക്ഷെ ചേട്ടൻ്റെ അഭിനയത്തിൽ ചേട്ടന് അത്രയും നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ പഠിക്കുമ്പോൾ പൊതുവെ ഒരു ഇപ്പോൾ കഥകളി പോലെ ഒരു ആർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സട്ടിലിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. ഓ തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യം, വളരെ നല്ല സംശയമാണത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് സിനിമയിലും നമ്മൾ പിന്നീട് സിനിമയിലാണല്ലോ നമ്മൾ പണിയെടുത്തിട്ടുള്ളത്. തന്നെയല്ല സിനിമയുടെ പിന്നാലെ നടക്കുകയും സിനിമകൾ കാണുകയും ഒക്കെയാണല്ലോ പിന്നീട് കൂടുതലുണ്ടായിട്ടുള്ളത്. കഥകളിയാ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കഥയെ എങ്ങനെ സമീപിക്കണം, ഒരു കഥയുടെ ഒരു ശ്ലോകത്തിൽ കഴിക്കലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില സീൻസുകൾ നമുക്ക് സിനിമയിലായാലും നമ്മൾ ചില സീൻസ് നമുക്ക് മുഴുവനായി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു 4 വരി ശ്ലോകത്തിൽ ചുരുക്കും കഥകളിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 2.5 മണിക്കൂർ കഥ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിലെ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിലെ ചെറിയ ചെറിയ കഥകൾ പറയുമ്പോൾ മഹാഭാരതം മുഴുവൻ കഥ പറയാൻ പറ്റില്ല. ഇപ്പോൾ കിരാതം എന്നൊരു കഥ അല്ലെങ്കിൽ നളചരിതം എന്നൊരു കഥ, അപ്പോൾ അത് തുടങ്ങി തീരുന്നതിന് പ്രത്യേക സൗന്ദര്യമുണ്ട്. അതൊക്കെ കുട്ടിക്കാലം തന്നെ. ഇപ്പം നളചരിതം 1, 2, 3, 4 എന്ന് പറയുന്നത് മഹാഭാരത കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പീസാണ്. അതിനെ വേറൊരു രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. തിരക്കഥ പോലെ തന്നെ ഒരു സ്ട്രക്ചറിങ് അതിനുണ്ട്. പിന്നെ കഥകളിയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പിന്നിലൊരു കറുത്ത തുണി ഉണ്ടാവും, അതിലേതെങ്കിലും കഥകളി ക്ലബിൻ്റെ പേരുണ്ടാവും, പുറകിൽ ഷർട്ടിടാതെ നിന്ന് പാട്ട് പാടുന്ന 2 പൊന്നാനി സംഘടി പാടുന്ന 2 പേരുണ്ടാവും, ഇപ്പുറത്തൊരു ചെണ്ടക്കാരനും ഒരു മദ്ദളക്കാരനുണ്ടാവും, ഒരു വലിയ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അതാണ് കാട്, അതാണ് ദമയന്തിയുമായി നടൻ രമിക്കുന്ന അന്തപുരം, അതാണ് ചൂത് നടന്ന രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ്, അതാണ് പാഞ്ചാലി സ്ഥലജലഭ്രമം വന്നവർ കാണുമ്പോൾ പാഞ്ചാലി അന്തപുരത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ മട്ടുപ്പാവിൽ നിന്നിട്ട് കണ്ടു ചിരിച്ച സ്ഥലം, അതാണ് കുരുക്ഷേത്രം യുദ്ധം നടന്ന സ്ഥലം, അതാണ് ഹനുമാന്റെ വാല് പൊക്കാൻ ഭീമൻ പോയ സ്ഥലം. ഇതൊക്കെ ഈ പറയുന്ന ഒരു ചെറിയ ചതുരാണ്. അപ്പോൾ അതാണ് കഥകളി പെർഫോമൻസിൻ്റെ ഞാൻ അത്തരത്തിലുള്ള നമ്മളുടെ പെർഫോമൻസിലൂടെ ഒരു ചെറിയ ചതുരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതമുണ്ടല്ലോ. അപ്പം ആ അത്ഭുതമാണ് കുട്ടിക്കാലത്ത് കഥകളിയോട് വല്ലാത്ത സ്നേഹം തോന്നിയത്. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് നിസ്സാര പരിപാടിയല്ല എന്നുള്ളത്. നാച്ചുറലി അത് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നടക്കുകയും കുറേ കാലം അതിൻ്റെ പിന്നാലെ നടക്കുകയും പിന്നെ നമ്മൾ ഏറ്റവും പിന്നിലുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിത്തരം വേഷങ്ങൾ എന്ന് പറയും, ചെറിയ വേഷങ്ങളും ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ പിന്നാലെ അണിയറയിലൊക്കെ കറങ്ങി നടക്കുന്ന ആളായിരുന്നു. ഇപ്പോഴും ആ ശീലമുണ്ട്. എവിടെ കഥകളി ഉണ്ടെങ്കിലും പിന്നെ കഥകളിക്ക് നമ്മൾ ആദ്യം സിനിമ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ വേണ്ട, ഇത് കുറച്ചുകൂടി ലിമിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കഥകളിയുടെ എന്തെങ്കിലും കയറി വരുന്നത് പോലെയോ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ബ്രേക്ക് ഉണ്ടായിരുന്നു എപ്പോഴും? ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവും. പിന്നെ കറക്ഷൻസ് എപ്പോഴും ഉണ്ടാവും. ചേട്ടാ കഥകളിയുമായി കണക്ട് ചെയ്തിട്ടുള്ള അങ്ങനെയല്ലേ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അതാണല്ലേ ചേട്ടൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് ആൾക്കാർ സംസാരിക്കാറ്. പക്ഷേ പെർഫോം ചെയ്യുന്നതിനെ അങ്ങനെ ബാധിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വരും എന്നൊക്കെ നമ്മൾ അറിയുന്നത് ശരിക്കും കഥകളിയുടെ സമയത്തല്ല, സിനിമയിൽ വന്നപ്പോഴാണ് നമുക്ക് പോലും പിടികിട്ടിയത്. ഇതിനെ സട്ടിലായിട്ട് അങ്ങനെ ചെയ്യാം, ലെൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്ത് കണ്ടതല്ല കേട്ടോ. ഞാൻ ലാൽ സാറിനെ പോലെ ഒരാള് ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലോസ് വെച്ചിട്ട് അദ്ദേഹം ചെയ്യുമ്പോൾ ഇത് പോരല്ലോ, ഇത് കുറച്ചുകൂടി വേണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം നമ്മൾ വീഡിയോ സിസ്റ്റിലല്ല കാണാം. ചന്ദ്രലേഖ ചെയ്യുമ്പോൾ വീഡിയോ സിസ്റ്റം ഇല്ല. കിളിച്ചൻ നമ്മുടെ സമയത്താണ് വീഡിയോ സിസ്റ്റം. പലപ്പോഴും നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഷൂട്ടിൻ്റെ സ്ഥലത്ത് അവിടെ ഇതിൻ്റെ പുറകിൽ പോയി നിൽക്കാൻ പോലും അവസരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ 44-44 ലെൻസിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ ഈ കണ്ണിലാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് കുറവാന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് നമ്മളിത് സ്ക്രീനിൽ സിനിമയുടെ കൂടെ ഇത് കാണുമ്പോഴാണ് ഇത്ര കറക്റ്റായിട്ട് ഇത്ര മൈന്യൂട്ട് നമുക്ക് പോരല്ലോ എന്ന് തോന്നിയത്. ഇത്ര കറക്റ്റ് മീറ്ററിൽ അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കണ്ടു. അത് ഞാൻ അതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള തിലകൻ ചേട്ടൻ്റെയും ജഗദീഷ് ശ്രീകുമാറിൻ്റെയും അങ്ങനെ പ്രഗത്ഭരായ ഇന്നസെൻ്റ് ചേട്ടൻ്റെയും ജഗദീഷ് ചേട്ടൻ്റെയും അമരീഷ് പുരിയുടെയും പരേഷ് റാവലിൻ്റെയും ഓം പുരിയുടെയും ഒക്കെ പെർഫോമൻസസ് പല സമയങ്ങളിലായി ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ളത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റർ എന്ന് പറയില്ലേ, മീറ്റർ എന്നാണ് നമ്മൾ സിനിമയിൽ പറയുന്ന വാക്ക്, അതിൻ്റെ ഒരു മീറ്റർ പിടിക്കാൻ പറ്റിയതിന് ഞാൻ എപ്പോഴും താങ്ക്സ് പറയുക കഥകളിയോടാണ്. കാരണം അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചേട്ടൻ ഒരു മൂവിയുടെ മൂവി എന്നല്ല, ഒരു വിഷ്വൽ മേഖലയുടെ എല്ലാ സ്ഥലത്തും ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ അബ്രപാളിയിലേക്ക് വന്നിട്ടുണ്ട്. എവിടെയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത്? ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്വൽ മീഡിയ, സിനിമ മാത്രമല്ല, അപ്പം നേരത്തെ പറഞ്ഞ ദൃശ്യമാധ്യമ രംഗത്ത് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. നമ്മുടെയൊക്കെ ചലഞ്ച് അതാണ്. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI ഒക്കെ വന്നപ്പോഴത്തേക്കും ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പോലും സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാവുമ്പോൾ
ഞാൻ ഈ ഇൻ്റർവ്യൂവിനെയും അതുപോലെ എൻജോയ് ചെയ്യുകയാണ്. സിനിമയ്ക്കകത്തുണ്ടാവുക എന്നുള്ളതാണ് അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതിലെ ഓരോ ഇടങ്ങളും അതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒന്നും എളുപ്പവുമല്ല എന്ന് ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എളുപ്പമുള്ള ജോലി ഏതാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല, ഒരു ജോലിയും എളുപ്പമല്ല. അപ്പം അതിനെ ആ നിലയ്ക്ക് നമുക്ക് അധികം നാളൊന്നും നിൽക്കാൻ പറ്റില്ല. നമ്മൾ എളുപ്പം എന്നൊക്കെ വിചാരിച്ചാൽ നിൽക്കാൻ, കാരണം അത്ര ഫാസ്റ്റായിട്ട് ഈ മേഖല, എസ്പെഷ്യലി ദൃശ്യമാധ്യമ രംഗം അതുപോലെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, തീർച്ചയായിട്ടും. കാരണം അന്ന് മുതലുള്ള ഒരാൾ ഇന്നും സജീവമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചേട്ടൻ അത്രയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അത്രയും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ്. എന്തൊക്കെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ റിസൾട്ട് ഓറിയന്റഡ് ആണ് ഇതെല്ലാം. റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുത്തതൊന്നും ആരും അറിയ പോലും ഇല്ല. അല്ല, കാലഘട്ടം ഇൻഫ്ലുവൻസ് ചെയ്താൽ പോലും നമുക്ക് പ്രശ്നമാണ് അല്ലേ? ചേട്ടൻ്റെ വൈഫ്, ഞങ്ങളിവിടെ ബ്രേക്കിന്റെ സമയത്ത് ചേട്ടൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞു. ചേട്ടൻ അങ്ങ് വാചാലനായി. ചേട്ടൻ്റെ വൈഫ് സംഗീത ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ സിംഗറാണ് എന്നുള്ള ഒറ്റ കാര്യം, തനിക്ക് എത്ര പാട്ടുകൾ അറിയാം എൻ്റെ വൈഫ് പാടിയ ആ പാട്ട് അദ്ദേഹമാണ് പാടിയത്. ചേട്ടൻ തന്നെ പറയും, ചേട്ടൻ്റെ ആ ഒരു അല്ലിയിലെ ചിത്തഭ്രമ രോഗിയെ പോലെയാണ്. ഞാൻ ഇത്രേ മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ള ഒരു കോമഡിയാണ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അതാണ് വേണ്ടത് ചേട്ടാ. വി ആർ റിയലി ഹാപ്പി. എന്തായാലും സംഗീത ചേച്ചി വളരെ ലക്കിയാണ്. ഐ എം ഷുവർ സംഗീത ചേച്ചി അതുപോലെ തന്നെ ഒരു പാർട്ട്ണറാണെന്ന്. സംഗീത ചേച്ചി മാത്രമല്ല ലക്കി, ബോത്ത് ഓഫ് യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ബട്ട് ഞാൻ അതും കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. റിയലി നൈസ്. അങ്ങനെ രണ്ടുപേരും, ഒരു ഭർത്താവ് ഭാര്യ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ പോലും യു ലൈക്ക് യുനോ അങ്ങനെയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് വേണ്ടത്. അതെ, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. സംഗീത പാട്ട് വളരെ ഗൗരവമായി കാണുന്ന ആളാണ്. ക്ലാസിക്കൽ മ്യൂസിക് കുട്ടിക്കാലത്ത് പഠിച്ചെങ്കിലും പിന്നീട് ഹിന്ദുസ്ഥാനി ഇപ്പോഴും പഠിക്കുന്നുണ്ട്. കഥക് ഡാൻസറാണ്, കഥക് ഡാൻസ് പഠിക്കുന്നുണ്ട്. തരകയില്ലാതെ പെയിൻറ് ചെയ്യും, ധാരാളം പെയിൻറ്റിങ്സ് വീട്ടിലുണ്ട്. പിന്നെ ബേസിക്കലി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല, വലിയ കാര്യമല്ലേ? എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ആഗ്രഹം വേറെയും ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തന മേഖല വേറെയൊക്കെ ആയിട്ട് വലിയൊരു ശതമാനം ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ മാക്സിമം ഞങ്ങളെപ്പോഴും ഡിസ്കഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. അപ്പം എൻ്റെ വീട്ടിലും ഓഫ് കോഴ്സ് എല്ലാ വീടുകളും പോലെ തന്നെ ഈ പറയുന്ന 24 മണിക്കൂറിൽ ഭക്ഷണം പാകം ചെയ്യലും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ കൂടെ മ്യൂസിക്കോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ ഡാൻസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് രണ്ടാമൊന്നും ആലോചിക്കാതെ അതിനെക്കുറിച്ച് പറയാൻ ഉണ്ടാവുന്ന താല്പര്യം. അത് വളരെ സത്യസന്ധമാണത്. ആൻഡ് ഒരു മ്യൂച്വൽ അല്ലേ ഈ ഫീലിങ്സ് എല്ലാം. ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. വെരി നൈസ്, വെരി ഹാപ്പി. നമ്മളിത് നിൽക്കുന്നത് കോട്ടയം CMS കോളേജിലാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഇടമായി മാറിയ സ്ഥലമാണ് ഈ കോട്ടയം CMS കോളേജ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം 80കളിൽ ഭരതൻ സർ സംവിധാനം ചെയ്ത ചാമരം എന്ന സിനിമ മുതൽ ഇങ്ങോട്ട് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ, പ്രധാനപ്പെട്ട ലൊക്കേഷൻ കോട്ടയം CMS കോളേജ് ആയിരുന്നു. ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഈ വെരി റീസെൻ്റ്ലി CIA എന്ന സിനിമ, അന്വേഷിപ്പിൻ കണ്ടെത്തും, അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് ഈ കോളേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കോട്ടയം CMS കോളേജ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയാണ്. ഞാനിവിടെ ഇങ്ങോട്ട് കയറി, ക്ലാസ്മേറ്റ്സ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് കേട്ടോ. പക്ഷെ ഇവിടെ കയറിയപ്പോഴത്തേക്കും എന്തോരം വിഷ്വൽസാണ് എൻ്റെ മുമ്പിൽ കൂടെ പോയെന്നറിയോ? നമ്മുടെ ഈ കോറിഡോറാണ്, സമരം നടക്കുമ്പോൾ ഫൈറ്റിംഗ് സീൻസൊക്കെ ഇല്ലേ, അതിനൊക്കെ ഉപയോഗിച്ച കോറിഡോറാണിത്. ഹലോ, മിസ്സിന്റെ പേരെന്താണ്? എൻ്റെ പേര് സുമി. സുമി മിസ്. CMS കോളേജിലെ സുമി മിസ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. മിസ് ഇവിടെ എത്ര കാലമായിട്ടുണ്ട്? ഞാനിവിടെ 20 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. 20 years. അപ്പോൾ കുറേ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് മിസ് ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. 20 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 2005 ഇവിടെ ജോയിൻ ചെയ്തത് ടീച്ചറായിട്ട്. അതിനുശേഷം 2006 ക്ലാസ്മേറ്റ്സിന്റെ ഷൂട്ടിംഗ് ആണ് ഏറ്റവും ഓർമ്മയിലുള്ളത്. അതിനകത്ത് കാവ്യ മാധവൻ, പൃഥ്വിരാജ് അവരെയൊക്കെ ഉള്ള ഫൈറ്റ് സീനും ഒക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡിലെ എനിക്കൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏകദേശം ഒരു 2 മാസത്തോളം ഈ ഇടനാഴികൾ ഉൾപ്പെടെ
പിന്നെ നമ്മുടെ ഗ്രൗണ്ടും ഒക്കെ ഒരുപാട് ഷോട്ട്സ് ഉണ്ടായിരുന്നു. നയൻതാരയും താരങ്ങളൊക്കെ കണ്ടായിരുന്നോ നിങ്ങളൊക്കെ? നേരിട്ട് അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ ഏറ്റവും ലെങ്തി ആയിട്ട് ഇവിടെ ഷൂട്ട് നടന്നത് ഏത് സിനിമയ്ക്കായിരിക്കും? തോപ്പിൽ ജോപ്പൻ മമ്മൂട്ടിയുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഈ പറഞ്ഞ പോലെ അവധി കാലഘട്ടത്തിലായിരുന്നു, വെക്കേഷൻ ടൈമിലായിരുന്നു. 2-3 മാസം ഉണ്ടായിരുന്നു അതിന്റെ ഓർമ്മ. പിന്നെ കലണ്ടർ, 5 ഫിംഗേഴ്സ്, അതൊക്കെ ഓർക്കുന്നുണ്ട്. CIA ഷൂട്ട് നടന്നപ്പോ ദുൽഖറിന്റെ സിനിമയും കൂടെ ആയിരുന്നല്ലോ. അപ്പൊ അതെന്തെങ്കിലും ഒരു പ്രത്യേക ഇമ്പാക്ടോ അങ്ങനെ എന്തെങ്കിലും? ആ സമയത്തൊക്കെ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് പൊളിറ്റിക്സിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അവർക്കൊരു ആവേശമായിരുന്നു. അതെല്ലാം അവരെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ലുക്സ് വൈസ് ഒക്കെ. അപ്പൊ മിസ്സേ, നമ്മുടെ ഈ ക്യാമ്പസ് അല്ലാതെ സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്, കുറെ ഫിലിംസിനകത്തുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നത് തോപ്പിൽ ജോപ്പനകത്ത് മമ്മൂട്ടി വരുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് നമ്മുടെ ഗ്രേറ്റ് ഹോൾ, നന്നാവാൻ വേണ്ടി കൊണ്ടാക്കുന്നത്. അപ്പോ ഈ മമ്മൂട്ടി ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഈ ഇടനാഴിയിലാണ് വന്ന് ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നത്. അതെ. രാത്രി ഇറങ്ങി രക്ഷപ്പെടുന്നതൊക്കെ ഇവിടെ നിന്നായിരുന്നു. പിന്നെ അതുപോലെ മേപ്പടിയാൻ സിനിമേനകത്ത് അത് ഇവിടെ കോടതിയായിരുന്നു നമ്മുടെ കോളേജ്. അപ്പൊ ക്യാമ്പസ് ആയിരുന്നില്ല. ഒരു അന്വേഷണത്തിന് തുടക്കത്തിനകത്ത് ബിഷപ്പ് ഹൗസ് ആയിരുന്നു കോളേജ്. പല സിനിമകളിലും അങ്ങനെയും ക്യാമ്പസ് അല്ലാതെ തന്നെ വേറെ ഇതിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ വെച്ചിട്ടാണ് മലയാളത്തിലെ എക്കാലത്തെയും റൊമാൻറ്റിക് സോങ് ആയ എൻ്റെ ഖൽബിലെ വെണ്ണിലാവ് നീ എന്ന പാട്ട് നമ്മുടെ മുരളി പാടി റസിയയുടെ മനം കവരുന്നത്. ഇനി തോപ്പിൽ ജോപ്പൻ എന്നുള്ള സിനിമയിൽ നമ്മുടെ മമ്മൂക്കേനെ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനം കൂടാൻ വേണ്ടി കൊണ്ടുവന്ന് വിടുന്നില്ലേ? ആ ധ്യാന ഹോളും ഈ ഗ്രേറ്റ് ഹോള് തന്നെ. നമ്മുടെ ചാമര സിനിമയിലെയും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിലെയും മെയിൻ 1-2 ഫൈറ്റുകൾ കൊറിയോഗ്രാഫ് ചെയ്ത സ്ഥലമാണ് കോട്ടയം CMSലെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജും കാവ്യമാധവനും കൂടി ലോക്കായി പോയ കെമിസ്ട്രി ലാബ്, അതൊന്ന് കാണണ്ടേ? കമാൺ. ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അല്ലേ? ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ CIA സിനിമയിൽ ദുൽഖറും സാറയും തമ്മിൽ അതിതീവ്രമായ ലവ് നടക്കുന്നത്. പക്ഷേ പിന്നെ അവസാനം അതിൻ്റെയൊക്കെ അവസ്ഥ എന്തായെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ? അപ്പോൾ ഇതോടുകൂടി കോട്ടയം CMS കോളേജിലെ സിനിമാ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഞാൻ ഇതിലും ഗംഭീര വിശേഷങ്ങളും ഗസ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ ബൈ.